ഹായ്, വെൽക്കം ബാക്ക് ടു സ്പൂൾസ് ആൻഡ് ഇഞ്ചസ്. നമ്മളിന്ന് ബേസിക് സ്റ്റിച്ചുകളിൽ ഹുക്കും ഐ മേക്കിങ്ങും ആണ് ചെയ്യുന്നത്. ഹുക്ക് തയ്ക്കുന്നത് നമ്മൾ ബ്ലൗസിന് മെയിനായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ സിപ്പ് തയ്ക്കാൻ നേരം അതിൻ്റെ അറ്റത്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കാം, ഹുക്ക് കൊടുക്കാൻ പറ്റും. ഹുക്ക് തയ്ക്കാൻ നേരം 2 നൂലെടുത്തിട്ട് കെട്ടിടണം. പിന്നെ നമ്മളൊരു സ്ട്രിപ്പ് തയ്ച്ചിട്ടാണ് അതിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും ഹുക്ക് തയ്ക്കുന്നത്. അപ്പം ഒത്തിരി ഇങ്ങനെ പിറകിലോട്ട് പോകാതെ ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് എടുക്കുക. ഒരു 4 പ്രാവശ്യമൊക്കെ കെട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് മുറുകിയിരിക്കണം. എന്നിട്ട് അടുത്തയിലേക്ക് പോകുമ്പം ഇവിടെ ഒന്ന് സൂചി കുത്തിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കണം. ഇടയിൽ കൂടെ എടുക്കുമ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്താൽ മതി, പുറകുവശത്ത് കാണരുത്. അപ്പം നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന നൂല് അപ്പോൾ ഇവിടെ കാണില്ല. ഇവിടെ നിന്ന് കുത്തിയെടുത്തിട്ട് അടുത്തയിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആ നൂല് കണക്ട് ചെയ്യുന്ന നൂല് ഇതിൻ്റെ ഉള്ളിലായി, ഇവിടെ കാണുന്നുമില്ല. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഒരു 4 പ്രാവശ്യം ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇനി ഇവിടെ നിന്ന് നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് സൂചി എടുത്തിട്ട് ഈ സ്ട്രിപ്പിൻ്റെ ഇടയിലായിരിക്കണം, ഇടയിൽ നിന്ന് എടുക്കണം. എന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കാണുന്നില്ല, നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന നൂല് ഇവിടെ കാണുന്നില്ല. അപ്പം ഇങ്ങനെ വന്നു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ കൊളുത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട്, ഈ കൊളുത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇതിൻ്റെ സെയിം വീതിക്ക് തന്നെ നമ്മൾ തുണി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കണം, എന്നാലേ അതിവിടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ ഈ 2 നൂല് എടുത്തേക്കുന്നതുകൊണ്ട് കെട്ട് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് പതുക്കെ എടുക്കുമ്പോൾ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇനിയും ഇതുപോലെ തന്നെ 3-4 പ്രാവശ്യം ചുറ്റി കൊടുക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം ചുറ്റുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ആക്കി കൊടുക്കുക. ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എടുത്ത് കൊടുക്കുക. ആ നൂലെടുത്തിട്ടൊന്ന് കെട്ടിട്ടേക്കാവുന്ന. എന്നിട്ട് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഈ നൂലൊന്ന് കൊണ്ടുപോകാം പതുക്കെ. ഇപ്പുറത്ത് കാണാതിരിക്കാൻ നോക്കണം. ഈ നമ്മൾ സ്ട്രിപ്പ് വെച്ചേക്കണതിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ ആക്കി കൊടുത്താൽ മതി. അതങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെയാണ് ഹുക്ക് തയ്ക്കുന്നത്.
അപ്പം ഇങ്ങനെ നമ്മൾ ഈ നൂല് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒട്ടും ഈ കണക്ട് ചെയ്യുന്ന നൂലുകളൊന്നും ഇവിടെ കാണില്ല. ഇങ്ങനെ ഇരിക്കും. ഈ ഹുക്ക് വെക്കാനായിട്ടൊരു കൊളുത്ത് വേണം. അപ്പോൾ അതിനും 2 നൂലെടുത്തിട്ട് തന്നെ നമ്മൾ കെട്ടിടണം. എന്നിട്ട് ബാക്കിൽ നിന്ന് എടുക്കുക സൂചി. രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇതിപ്പം ഇങ്ങനെ ഒരു 2 ലെയർ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സൂചി, ഈ നൂല് വെച്ചേക്കണതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സൂചി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാവുന്ന നൂല് ചുറ്റി കൊടുക്കുക. ഈ സൂചിയിലേക്ക് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ കെട്ട് വീഴും അവിടെ. ഇങ്ങനെ എടുക്കുക. അതായത് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുക്കുക. ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതിന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയും. ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക. അങ്ങനെ ഇത് ഫുള്ള് ഈ എടുത്തേക്കുന്ന ഇത് ഫുള്ള് അങ്ങനെ തന്നെ ചെയ്തു പോവുക. ഇവിടെ വരെ ഫുള്ള് അങ്ങനെ ചെയ്തു പോവുക. അപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒത്തിരി ലെങ്ത്തിൽ നൂലെടുത്ത് കഴിഞ്ഞാലും കെട്ടുകൂടും സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് നൂലെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ലാസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ അങ്ങോട്ട് പതുക്കെ സൂചി ഇറക്കി കൊടുക്കുക. ഇത് നല്ല സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഹുക്ക് ഇടുമ്പോഴത്തേക്കും ഇത് വിട്ടുപോകും. എന്നിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് ഇതിന്ന് കുറച്ച് നൂലെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒരു ലൂപ്പിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. അത് വേണമെങ്കിൽ ഒരു 2 പ്രാവശ്യമൊക്കെ കെട്ടിടാം, കാരണം ഇത് ഹുക്ക് ഇടുമ്പോഴത്തേക്കും വിട്ടു പോവാതെ നോക്കണം. പിന്നെ ബ്ലൗസ് എന്നൊക്കെ പറയുമ്പോൾ ടൈറ്റ് ആയിരിക്കുമല്ലോ, അപ്പം ഇത് നല്ല സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. അപ്പോൾ ഇങ്ങനെയാണ് ഹുക്കും ഐയും തയ്ക്കുന്നത്. ഇതിന് ഐ മേക്കിംഗ് എന്ന് പറയും. താങ്ക് യു സോ മച്ച്.